ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. അല്ല, ഞാൻ വ്ളോഗ് തുടങ്ങി. അച്ഛൻ വീട്ടിൽ നിന്ന് പൂവ് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു ഒരു ചലഞ്ച് അങ്ങ് എടുക്കാതെ. പോണ്ട, നിക്ക്, നമുക്കൊരു ചലഞ്ച് എടുക്കാം. നമുക്ക് ബിരിയാണി ചലഞ്ച് എടുക്കാം. ഈറ്റിംഗ് ചലഞ്ച് അല്ല, മേക്കിംഗ് ചലഞ്ച്. അച്ഛൻ ഒരു ബിരിയാണി ഉണ്ടാക്കും, ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കും. 6 ബിരിയാണിയാണ് സൂപ്പർ നോക്കാം. വിധികർത്താവ് അമ്മ. എന്ത് പറയുന്നത്? വിജയിക്കുന്നതൊക്കെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ജയിക്കുവാണെങ്കിൽ അച്ഛൻ എനിക്ക് തരണം ക്യാഷ് പ്രൈസ് കേട്ടോ. അച്ഛൻ ജയിക്കണമെങ്കിൽ ഞാൻ തരും പൈസ അങ്ങോട്ട്. 5,000 rupees. ഓക്കെ, 5,000 rupees. 5,000 രൂപ ഉണ്ട്. ഓക്കെ, ചലഞ്ചിന് റെഡിയാണോ? ഹേ ഗൈസ്, അപ്പം ഞാനും അച്ഛനും തമ്മിലുള്ള അതിവാശിയേറിയ ബിരിയാണി ഉണ്ടാക്കൽ ഉണ്ടാക്കൽ മത്സരമാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കാനായിട്ട് പോണത്. അച്ഛൻ എന്ത് സൈസ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്? ഞാൻ പിന്നെ പൈനാപ്പിൾ ഒക്കെ ഇട്ടുള്ള ബിരിയാണി. പൈനാപ്പിൾ ബിരിയാണി അത് നമ്മൾ അല്ലാതെ ഇടത്തില്ലേ? അത് ഫ്രൈഡ് റൈസ് ആണ്, അത് ബിരിയാണി അല്ല. അല്ല, ബിരിയാണി തന്നെ. ഞാൻ ഉണ്ടാക്കുന്നത് വാട്ടർമെലൺ ബിരിയാണിയാണ്. വാട്ടർമെലൺ ചിക്കൻ ബിരിയാണി. അത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതൊരു വെറൈറ്റി ഒരു ഐറ്റം ആണ്. ഞാനും ഉണ്ടാക്കിയിട്ടില്ല, അത് തിന്നിട്ടുമില്ല. അതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ സക്സസ് ആവാൻ വളരെ ചാൻസ് ഉണ്ട്. കാരണം ഇത് തിന്നവരൊക്കെ ഭയങ്കര വാവുമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ യൂട്യൂബിലെ കുറെ നോക്കിയായിരുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര ഒരു സംഭവമായിട്ട് പറയുന്നത് വാട്ടർമെലൺ ബിരിയാണി. അപ്പൊ ഞാൻ വിചാരിച്ചു വാട്ടർമെലൺ ബിരിയാണി അങ്ങ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ്, അച്ഛന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ചിക്കൻ ഉണ്ട്. അത് പിന്നെ ചിക്കൻ ബിരിയാണിക്ക് വേണമല്ലോ. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. ഞാൻ നാടൻ മുളകാണ് ഇടുന്നത്. പച്ചമുളക് ഞാൻ എല്ലാം ഇടും. എനിക്ക് എല്ലാം വേണം. അതിൽ നിന്നും വേണം കേട്ടോ. അതിൽ നിന്ന് 2 എണ്ണം തരണം. അവനവന്റെ സാധനത്തിരിക്കുന്നത് അവനോല്. ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളക്, തക്കാളി, സവാള, ചിക്കൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ വാട്ടർമെലൺ ഉണ്ട്, അത് കട്ട് ചെയ്യാം. ഇത് എന്റെ കുട്ടുവം, ഇത് അച്ഛന്റെ കുട്ടുവം. ഓക്കെ, അച്ഛന്റെ അരിയൊക്കെ കഴിയുമായിരുന്നു. അച്ഛന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് ഒളിച്ചൊളിച്ച് വെക്കുക. അച്ഛൻ പറയേ, ഡേ എന്റെ ഇൻഗ്രീഡിയൻസ് തൊടല്ലേ അത്. അതെന്തൊരു ഇൻഗ്രീഡിയൻസ് പിന്നാണ് മനസ്സിലായത്. ഇതിനൊക്കെ പറയണത്. നമുക്ക് തുടങ്ങിയാലോ? എന്നാ അത് ചട്ടി വെക്കണം. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കാം. ഇത് എന്റെ ലൈറ്റർ ആട്ടോ. അങ്ങനെ കൊണ്ട് എന്റെ ലൈറ്റർ ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിക്കാനൊന്നും പറ്റത്തില്ലേ? അത് എനിക്ക് കോപ്പിയുടെ ആവശ്യമില്ല, ഡൗട്ടും ഇല്ല. നിനക്കും അമ്മയുടെ അടുത്ത് ചോദിക്കാനും ഞാൻ ചോദിക്കത്തില്ല, എനിക്കറിയാം. ശരി, അത് തവിയടേ. ഇതിനകത്ത് ഫാനിന് ഇതിന് ഇന്ത്യ ഗേറ്റിന്റെ നീളമുള്ള അരി കട്ട് ചെയ്ത് റൈസ്. ഓക്കെ, ചൂടാകുന്നില്ലേ? ചൂടാവും. അച്ഛൻ എങ്ങനെ വെക്കുന്ന? ഞാൻ എങ്ങനെയും വെച്ചോളാം, കണ്ടോ. നീ വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിൽ. പുക പേടിച്ചു പോയി. അയ്യോ, ആദ്യം തന്നെ ഇങ്ങനെ ആകുന്നല്ലോ. ഇത് കണ്ട പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഒഴിക്കാം. എന്റെ എന്തോ ഇങ്ങനെ പുകയുന്നേ? അത് സ്റ്റീൽ പാത്രം ആയോണ്ട്. അത് ഇല, പട്ട, ഗ്രാമ്പു, സ്റ്റാർസ്, ജീരകം കുറച്ച് മതി കേട്ടോ. ഞാൻ ഒരു 1/2 കിലോ അരി എടുത്തിട്ടുള്ളൂ. അച്ഛൻ എത്ര കിലോ അരി ഉണ്ട്? ഞാൻ 1/2 കിലോ. സവാള ഇടാവേ. ഇനി എന്തിനാ? ഇനി അച്ഛന്റെ മുളക് അവിടെ ഇരിപ്പുണ്ടല്ല. അടുത്തത് തക്കാളി, പച്ചമുളക് കേട്ടോ. ഒരു തക്കാളിയാണ്. ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളക്. അതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കിണ്ട. നമ്മൾ ഈ സവാള വെളിച്ചെണ്ണ കുറവാട്ടോ, ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കാൻ നമുക്ക്. അച്ഛൻ്റെ അത് ഇട്ടില്ലല്ലോ അതിനകത്ത്, ഇട്. ഇനി എന്തിനാണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കൊന്ന് അരച്ചെടുക്കണം. അതാണ് അടുത്തത്. അതെടുക്കൂ മിസ്റ്റർ, അതെടുക്കൂ. ഒരു പണിയില്ലാതെ ഇരിക്കും. സവാള, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. അയ്യോ, ഇതെന്തൊരു ഒരു കൈ കൊണ്ട് നമ്മൾ അരയ്ക്കുക, ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുക അല്ലേ? അതെ. എന്റെ ബിരിയാണിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെള്ളത്തിന് പകരം നമ്മൾ വാട്ടർമെലൺ ആണ് യൂസ് ചെയ്യുന്നത്. വെള്ളം വേണ്ട? ഇല്ല. ഇതിനകത്ത് കുറച്ചിപ്പോ വെള്ളം വേണം. ഇതിൽ അച്ഛൻ വിചാരിക്കും ഞാൻ വെള്ളം ഒഴിക്കുന്നു. ഇല്ല, വാട്ടർമെലൺ ആണ്. അങ്ങനെയാണ്. എന്റെ പട്ടി ഇടും ഇതിനകത്ത്. ഇപ്പോഴത്തെ കോല ഞാൻ കാണിച്ചു തരാം. അത് എന്റെ അച്ഛന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ആരാണ് മികച്ച കുക്കർ എന്ന് നിങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. അച്ഛന്റെ അവസ്ഥ ഇതാണ്, എന്റെ അവസ്ഥ ഇത്. ഉപ്പിട്ടില്ല, മറന്നുപോയി. കുറച്ച് ഉപ്പിടാ, അത് മറന്നുപോയി. താങ്ക് യു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്തിനാ കഴിച്ചേക്കുന്നിട്ട്? അത് ചെറിക്കും. നിങ്ങൾ എന്റെ കുളമൊക്കെ നിൽക്കുമല്ലേ? നൈസായിട്ടൊക്കെ ഉണ്ടാക്കല്ലേ കേട്ടോ. അച്ഛൻ പിന്നെ എന്തിനുണ്ടാക്കിയാലും ലാസ്റ്റ് മീൻകറിയാവും. ഇതൊക്കെ എന്തൊക്കെയാന്ന് പറയാമോ? അത് കണ്ടുകൂടെ എന്തിനാ?
ഇതിനകത്ത് കണ്ടിട്ട് പറ. വെളുത്തുള്ളി, സവാള, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ മൊത്തത്തിലുള്ള അരപ്പ്. വേണ്ട, എനിക്ക് ആരെയും സഹായം വേണ്ടത്. ഓക്കെ, തണ്ണിമത്തം കട്ട് ചെയ്ത് അതിന്റെ ജ്യൂസൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനി അരിച്ചെടുക്കാം. എന്ന പാത്തിയെ കുറച്ചടിക്കട്ടെ. അരിച്ചെടുക്കാം. അരിച്ചെടുക്കാൻ ഒരു ആൺതരി പോലും ഇല്ലാത്തവർക്ക് ഈ ബീരുക്കളെ വെച്ചവൻ എന്തുണ്ടാക്കാനാ? ബിരിയാണി ഉണ്ടാക്കാന്. ഇതെന്തുവാണ് ഇത്? അതെ, ഇത് ചലഞ്ചാ. മറ്റുള്ളവരെ നശിപ്പിക്കാനും നോക്കാം. ഉള്ളി മൂത്തതുള്ള ഇത്ര നേരമായിട്ട് മതിയല്ലോ. മൂത്താ നോക്കട്ടത്. ഒരു ടീസ്പൂൺ മുളക് പൊടി. നെയ്യ്. അയ്യേ, എണ്ണക്കകത്ത് നെയ്യാ. കുറച്ച് മഞ്ഞപ്പൊടി. ഇത്ര നേരമായിട്ട് ആ ഉള്ളി വറുത്തെടുത്തുള്ളൂ. ഞാൻ എന്തൊക്കെ ചെയ്ത്? ആരെ പണി ചെയ്തത് കൂടുതലേ? ഞാൻ വാട്ടർ മെല്ലാം കട്ട് ചെയ്ത് അത് സെറ്റ് ചെയ്ത് പിന്നെ ഇത്ര ആക്കി മസാല ഇടുവോ ഇപ്പൊ ഞാൻ? അയ്യോ, ഇത് ഈ പൊടി ഇതെന്താ? മല്ലിപ്പൊടിയാ. മല്ലിപ്പൊടി വേണ്ട, ഇത് മസാലപ്പൊടി കേട്ടോ. ഒരു 2 സ്പൂൺ മസാലപ്പൊടി. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തീരും. പക്ഷെ അവിടെ ഇരുന്നോ കിണ്ടിക്കൊണ്ട്. ഇനി എന്താ ഇടാനുള്ള? അതിന് നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. ഇതൊക്കെ പീസ്. എനിക്കൊന്നും കാണത്തുമില്ല. ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക്. സബർജല്ലേ? കുരുമുളക് തന്നെ. അത് കുരുമുളകായിട്ട് ഇത് മസാലപ്പൊടി. ഞാൻ മണപ്പിച്ച് നോക്കി, നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഇനി നമുക്ക് തണ്ണിമത്തന്റെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ബിരിയാണി അച്ഛൻ എവിടെയും കണ്ടിട്ടുണ്ടാ? ഇവിടെ കാണാൻ പറ്റും. കാരണം ഞാനാണ് ഉണ്ടാക്കുന്നത്. ഇത് ആരാ ടേസ്റ്റ് ചെയ്യുന്ന? എന്തോ അതുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കുന്ന ഞാൻ. എന്റെ അടപ്പെന്തി അടപ്പോട് കൊടുത്തോണ്ട് ഇതെന്റെ അടപ്പൊക്കെ എടുത്തിട്ട് വരണം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വെച്ചതാ ഇത്. ഇതെന്റേത്. അച്ഛൻ ഭയങ്കര സ്ലോ കുക്കറാ, ഞാൻ ഫാസ്റ്റ് കുക്കർ. എനിക്കറിയാം. അത് ഞാൻ ഇട്ടോളാം. മസാല. അയ്യോ, ഞാൻ പുതിന മല്ലിയില ഇട്ടില്ല. അത് പറയരുത് കേട്ടാ. ഇല്ല, പറയൂല. പുതിന മല്ലിയില. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച ഒരു 20 മിനിറ്റ്സ് തീ കൂട്ടി വെച്ചേക്കോ. അറിയാം. എന്റെ ഈ ബിരിയാണിയുടെ ക്രെഡിറ്റ് അങ്ങനെ ആരും എടുത്തോണ്ട് പോകണ്ട. അതൊക്കെ ഇട്ട് അച്ഛ അടിച്ച് ഒഴിച്ചേക്കുന്നത് വിളക്കെണ്ണയാണ് നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് അടുത്ത് ചെയ്യുന്നത്? കാരണം എന്റെ കട റെഡി ആയിട്ട് അത് പറയോ? ഞാൻ ചെയ്തോളാം. വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചോളൂ. ഇല്ല, മതി. കുറച്ച് ഒഴി. ഇല്ല, ഇത് കണ്ട സാധനം എന്തിനാ എണ്ണയിൽ മൂപ്പിക്കും. അതായത് ഇറച്ചി ഉടഞ്ഞു പോകാതിരിക്കാന് അതേ കണക്കെടുക്കണം. അച്ഛ പട്ട ഗ്രാമ്പു ഇട്ടില്ല, മറന്നുപോയി. എനിക്കിത് രണ്ടാമത് ഇടാനുള്ളതാ. അല്ല ചിക്കൻ ഇട്ടിട്ട് ആരും ഇതിടാറില്ല. ഇടും. മണം വരുന്നുണ്ടോ അച്ഛാ? ഇങ്ങോട്ടൊന്ന്. ഇല്ല, കൊറോണ ഉണ്ട്. പോയി ടെസ്റ്റ് ചെയ്യും. എന്തൊക്കെ ആ മസാല ഉണ്ടായിരുന്നു നേരത്തെ അരച്ച. അച്ഛൻ ഉണ്ടമുളകാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതാണ് ഇത്ര മണം. പക്ഷെ കറി കാണാൻ വലിയൊരു വൃത്തിയില്ല, ഒരു ചേലില്ല. പക്ഷെ എന്റെ എന്ന് പറയുമ്പോ അങ്ങനെയല്ല. നോക്കൂ, കണ്ടോ പോക. നോക്കൂ എന്റെ കളർ കണ്ട കളറ്. തക്കാളിപ്പഴം. എന്തിനാ ഇത്ര പോസ്? മല്ലിപ്പൊടി കായപ്പൊടി. മല്ലിപ്പൊടി മണത്തൂക്കിയിടാതാ. കുറച്ച് മസാല വേണം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് റൈസ് ഇടാം കേട്ടോ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. എല്ലാം ആയിട്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഷെഫൊന്നും മിണ്ടത്തില്ല, തൊണ്ടയിൽ മസില, അധികം സംസാരിക്കാൻ പറ്റത്തില്ല. ഇല്ല, മല്ലിയില്ല, പുതിനില്ല. അത് എന്റേതാട്ടോ. പ്രോപ്പർട്ടി. ഇത് എന്റെ ഏരിയ ഇരിക്കുന്നത്. പിന്നെ 2 പേർ കൂടെ വരിഞ്ഞു വെച്ചത്. ഇല്ല, ഇത് എന്റെ സ്ഥലത്ത് ഇരിക്കുന്നില്ല. ഞാൻ അച്ഛന്റെ സൈഡിൽ ഇരിക്കുന്ന എന്തെല്ലാം എടുത്തിട്ടാ ഇട്ടോ? ഇല്ലല്ലോ, തരത്തില്ല. നീ ഇനി വായ. ഇല്ല, ഇടണ്ട. ഇത് നീ വേണമല്ലോ എനിക്ക്. എനിക്ക് വേണ്ടത് വേണ്ടേ? എന്നാ എടുത്തോ. ഇല്ല, കരയണ്ടത്. നീ ഇത് എന്റെ ഔദാര്യം കേട്ടോ. ഇട്ടോ. എന്നെ കിട്ടുന്ന കുട്ടിയും ഭയങ്കര ലക്കിയാണ്. കാരണം ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അറിയാം സ്വന്തമായിട്ട്. കുട്ടിയെ അത് നോക്ക്, ടേസ്റ്റ് പോകാവേ. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കാം.
കൊള്ളാം. ഉപ്പില്ലേ? ഉപ്പുണ്ട്. കുറച്ച് ഉപ്പിന്റെ അടുത്താണ്. കുറച്ച് ഉപ്പിന്റെ ഒരു കുറവ് കൂടെ ഉള്ളു. ഇത്രയും വേണോ? അത്ര വേണ്ട, കുറച്ച് ഇല്ല, ഇത്ര ഇട്. ഞാൻ വേണം ഇട്ടുതരാം. ഒന്നാതെ കൊള്ളാം. കുറച്ചിട്ട് അത്ര വേണ്ട. നീ എന്റെ ആവശ്യത്തിന് ഇട്ടോ. എന്തുവാ? എരി കൂടുതലുണ്ടോ? ഇല്ല. അട. എനിക്ക് ഉപ്പൊക്കെ തരാൻ. ഇനി അരി അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഇത് ജീരകശാല അരിയാണ്. കുഞ്ഞരി. കൊതി വരുന്നുണ്ടോ? ഇളകാം. ഇന്ന് ഇത് സൂപ്പ് കണക്കിരിക്കുന്നു. ചിക്കൻ സൂപ്പ്. സൂപ്പൊക്കെ ഈ റൈസ് വറുത്ത് വെച്ചിരുന്നല്ലേ? ഓ, അണ്ടിപ്പരിപ്പ് മുന്തിരി. അല്ല, ഇത് ലാസ്റ്റ് അല്ലേ ഇടുന്ന? ഇനി എന്തരാ? ഉള്ളി ഇല്ലേ? അത് അതുകൂടെ ഇടാം. എല്ലാം ഇടാന്നല്ലേ പറഞ്ഞു. ഓക്കെ, സച്ചിന്റെയും കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടും റെഡി ആയിട്ട് വന്നാൽ മതി അല്ലേ? ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അച്ഛന്റെ ബിരിയാണി റെഡി അല്ലേ? റെഡി, എല്ലാം സെറ്റാണ്. ഇതാണ് നമ്മുടെ ജഡ്ജ് വിധികർത്താവ്. വിധികർത്താവ് 2 ബിരിയാണിയും ടേസ്റ്റ് ചെയ്തിട്ട് ഏതാണോ ബെസ്റ്റ് ബിരിയാണി എന്ന് പറയും. അവരായിരിക്കും ജയിക്കുന്നുണ്ടാവുക. വിജയ്ക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ ആദ്യം എന്റെ ബിരിയാണി തുറന്നു നോക്കട്ടെ. ജഡ്ജ് റെഡിയാണോ? ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം. ഓക്കെ. നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ വേറൊരു കളറിൽ ഇരിക്കും, പക്ഷെ ശരിക്കും കളർ റെഡ് ആട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നോക്കി കഴിക്കണം കേട്ടോ. വേറെ എന്തൊക്കെ ഇട്ടത് അതിനകത്ത്? ഇതിനകത്ത് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളി വറുത്തതിട്ട്. ഓക്കേ. ഇനി ജഡ്ജ് കഴിച്ചു നോക്ക്. ഏതാ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന? എന്റെ അല്ലേ? അമ്മ ആദ്യം എന്റെ ആണ് കേട്ടോ കഴിച്ചു നോക്കുന്നത്. ആ റൈസ് അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ കഴിച്ചു നോക്ക്. ഇങ്ങനെ മൊത്തത്തിൽ ഇട്. അങ്ങനെ ഇട്. കഴിക്കുന്നതിന് ഒരു രീതി ഉണ്ട്, എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. എനിക്ക് പറയുന്നു. ജഡ്ജ് മടമട തിന്നിട്ടൊന്നും പറയുന്നില്ല. പറ. ആ കൈ വരെ നക്കിയിട്ട് മതി. എന്തിരി കിടന്ന് വെപ്രാളപ്പെടുന്ന? ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്. ഇനി അച്ഛന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ത്യ ഗേറ്റിന്റെ വലിയ അരി, നീളമുള്ളത്. ഇത് നാക്കിന് ഗ്രന്ഥിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഈറ്റിംഗ് ചലഞ്ച് അല്ല. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഹാപ്പിക്ക് കൂടെ അവ ഇപ്പൊ പറഞ്ഞു തരും. ഏതാ? അച്ഛൻ്റെതാ. പക്ഷെ ഇതിന്റെ അകത്തെന്ന് വെച്ചാ എനിക്ക് തോനെ നെയ്യുണ്ട്, പിന്നെ ഇല്ല പച്ചമുളകിന്റെ മണമുണ്ട്. മണം വരും. നീ ഞാൻ കഴിച്ചു നോക്കാം. ഫസ്റ്റ് ഞാൻ എന്റെ ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് അച്ഛന്റെ ടേസ്റ്റ് ചെയ്യാം. ഇരിക്കണോ? വേണ്ട, ഇരിക്കാനും വേണ്ട. ഓ, ഇത് ഭയങ്കര ഓയിലിയാണ് കേട്ടോ. ഇത്ര ഓയിൽ എന്തിനാ ഒഴിച്ചത്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇനി ഞാൻ എന്റെ കഴിച്ചോട്ടെ. ഒരു പീസും റൈസും കൂടെ. പക്ഷെ നല്ല കളറുണ്ട്. കളറൊക്കെ ഉണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. എന്തോ അതിന്റെ ആണെന്ന് തോന്നുന്നു. ഒരു മാരി. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. ഞാൻ പുളിപ്പ് ഒരു സെറ്റപ്പ്. ഒരു നോക്കട്ടെ. ഞാൻ നിന്റെ ആദ്യം ടേസ്റ്റ് ചെയ്യാം. അത്ര കുറ്റം പറയാനൊന്നുമില്ല, കുഴപ്പമില്ല. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. എനിക്ക് എവിടെയോ ചെറുതായിട്ട് പാളി. അച്ഛൻ്റെ ബിരിയാണി കേട്ടോ, സൂപ്പർ. എനിക്ക് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ അച്ഛൻ്റെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം. വെൽഡൺ. ഗ്രേറ്റ്. ഹേ ഗായ്സ്, അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ അച്ഛനാണ് സുഹൃത്തുക്കളെ ജയിച്ചിരിക്കുന്നത്. ക്യാഷ് പ്രൈസ് ഒക്കെ വേണ്ടേ? പിന്നെ 5000 rupees ആണ് വിജയ്ക്ക് ക്യാഷ് പ്രൈസ്. പിടിക്കോ. ജഡ്ജിനില്ല. ജഡ്ജിന് ബിരിയാണി അവിടെ ഇരിപ്പോട്ട് പോയി തിന്നോ. കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കില് എടി ഇതുവരെ ഒത്തുകളിയായിരുന്നു. അപ്പൊ അത്ര ഉള്ള ഈ ഒരു വീഡിയോ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.